നമസ്കാരം, നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഇടവേള വന്നു, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ചെയ്ത ഒരു കണ്ടന്റിനെ ആസ്പദമാക്കി തന്നെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കണേ. അതുപോലെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുതേ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പേപ്പർ ക്യാരി ബാഗ് ബിസിനസ്സിനെ കുറിച്ചാണ്. ഈ പേപ്പർ ക്യാരി ബാഗ് മേഖലയെക്കുറിച്ച് മലയാളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വിലപ്പെട്ട അറിവുകളാണ് നമ്മുടെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. 50-ലധികം വീഡിയോസാണ് പേപ്പർ ക്യാരി ബാഗ് ബിസിനസ്സിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന മറ്റ് ചെറുകിട ബിസിനസ്സുകളെക്കുറിച്ചും അതേപോലെ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് മേഖലകളിലേക്കും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കടന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പേപ്പർ ക്യാരി ബാഗ് ബിസിനസ്സിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അത് ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളല്ല. ഈ ഒരു മേഖലയുടെ ബിസിനസ് സാധ്യത ഇപ്പോൾ എത്രത്തോളം തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മൾ പേപ്പർ ക്യാരി ബാഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2017-ലാണ്. 2020-ലാണ് പ്ലാസ്റ്റിക് നിരോധനം വരുന്നത്. അതിനു മുമ്പേ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്നാൽ 2020 ആയപ്പോഴത്തേക്കും ഒരുപാട് യൂണിറ്റ്സ് പ്ലാസ്റ്റിക് നിരോധനത്തെ ബേസ് ചെയ്തുകൊണ്ട് കൂണ് പോലെ മുളച്ചു പൊങ്ങി. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ വന്നു, കൊറോണ വന്നു. ആ സമയമായപ്പോഴത്തേക്കും ഈ തുടങ്ങിയ യൂണിറ്റ്സ് എല്ലാം പക്ക ഡൗൺ ആയി. കാരണം വീണ്ടും എല്ലാവരും പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ യൂണിറ്റുകളെല്ലാം ഡൗൺ ആവുകയും ബിസിനസ് ഫ്ലോപ്പ് ആവുകയും ചെയ്തപ്പോൾ ഈ യൂണിറ്റുകളൊക്കെ എല്ലാവരും വിൽക്കാൻ തുടങ്ങി. മെഷീനറീസ് വാങ്ങിച്ചവരത് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ പക്ക ഫ്ലോപ്പ് ഒരു ലെവലിലേക്ക് വന്നു. അപ്പോൾ കുറേ പേര് ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെയും ഗവൺമെൻറ് വീണ്ടും പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്ന സമയത്ത് വീണ്ടും കൂണ് പോലെ കുറേ യൂണിറ്റുകൾ മുളച്ചു. പിന്നീട് വീണ്ടും അത് ഡൗൺ ആയി. ഇങ്ങനെ ഒരു രീതിയിലാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു ലെവൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യമുണ്ട്, മുതൽ മുടക്കില്ലാതെ ഈ ബിസിനസ് വീട്ടിലിരുന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തവർക്കെല്ലാം നല്ല രീതിയിൽ ബിസിനസ് കിട്ടുന്നുമുണ്ട്, നല്ല രീതിയിൽ അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഇപ്പോഴിതാ ഗവൺമെൻറ് വീണ്ടും പ്ലാസ്റ്റിക് നിരോധനം കൂടുതൽ ശക്തമാക്കുകയാണ്. അപ്പം നമുക്ക് മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പേപ്പർ ക്യാരി ബാഗ്, തുണി ബാഗ് അതുപോലെയുള്ള എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിന് സാധ്യത വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും പ്ലാസ്റ്റിക് നിരോധനം ഗവൺമെൻറ് നടപ്പിലാക്കിയ സമയത്ത് പോലും പ്ലാസ്റ്റിക് ക്യാരി ബാഗ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചിരുന്ന കുറേ ആളുകളുണ്ട്, കുറേ വ്യാപാരികളുണ്ട്. അവർ ഇപ്പോൾ നേരെ തിരിഞ്ഞ് പേപ്പർ ബാഗ് വേണം അല്ലെങ്കിൽ തുണിസഞ്ചി വേണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അത്തരം കടകളുടെ, ഇപ്പോൾ നമ്മുടെ പീരുമേട്ടിലാണെങ്കിൽ പോലും, ഞങ്ങളുടെ സ്ഥലത്ത് ഇടുക്കി ജില്ലയിൽ പീരുമേട്ടിലാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് പലതവണ ഈ നിരോധനം വന്നു, പല തരത്തിലുള്ള ഫൈൻ അടയ്ക്കുന്ന പരിപാടികൾ വന്നിട്ട് പോലും പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാതെ ശാഠ്യം പിടിച്ചിരുന്ന പല കടക്കാരും ഇപ്പോൾ പേപ്പർ ക്യാരി ബാഗ്, പലതരത്തിലുള്ള ക്യാരി ബാഗ്സ് അവർ വളരെ ചെറിയ തോതിലേ എടുക്കാറുള്ളെങ്കിൽ പോലും 50-100 ബാഗ്സ് ഒക്കെ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പോലും പ്രിൻ്റ് ഇല്ലാതെ പ്ലെയിൻ ക്യാരി ബാഗ്സ് ഉപയോഗിക്കുന്ന ആ ഒരു രീതി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ നക്ഷത്രയുടെ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഇപ്പോൾ ഏകദേശം ഒരു 400-ലധികം ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഈ 2 വർഷത്തിനിടയ്ക്ക് ഓൺലൈനായിട്ട് 400-ലധികം ആളുകൾക്കും അല്ലാതെ ഡയറക്റ്റായിട്ട് അതിലധികം ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ നല്ല രീതിയിൽ ഈ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ബിസിനസ്സിനെ നന്നായിട്ട് പഠിച്ച്, ശ്രദ്ധ കൊടുത്ത് പഠിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും തന്നെ ബിസിനസ് നന്നായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ്. നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ബിസിനസ് കിട്ടത്തില്ല. നമുക്ക് മാർക്കറ്റിംഗ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളെ തന്നെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്ന് 10 പേരെ അറിയിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങോട്ട് ആരും ബിസിനസ് കൊണ്ട് തരത്തില്ല. ഏതൊരു ബിസിനസ് പോലെയും കഠിനാധ്വാനം ഈ ബിസിനസ്സിലും അത്യാവശ്യം തന്നെയാണ്. ചില ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പേപ്പർ ക്യാരി ബാഗിൻ്റെ ഫീൽഡ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതല്ലേ, അപ്പോൾ ഈ ബിസിനസ് ഞാനും കൂടെ തുടങ്ങിയാൽ ഇത് വിജയിക്കുമോ എന്നൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഏത് ബിസിനസ്സിലാണ് കോമ്പറ്റീഷൻ ഇല്ലാത്തത്? കോമ്പറ്റീഷൻ ഉള്ള ബിസിനസ് മേഖലകളാണ് വിജയിക്കുന്നത്. കോമ്പറ്റീഷൻ വരുന്നു എന്നുള്ളതിനർത്ഥം ആ ഒരു പ്രോഡക്റ്റിന് അതിഭയങ്കരമായ ഡിമാൻഡ് ഉണ്ടെന്നാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയധികം പച്ചക്കറി കടകൾ അടുത്തടുത്തുണ്ടാവും, അതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ അടുത്തടുത്തുണ്ടാവും. ഇവിടെയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും ബിസിനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവർക്ക് നല്ല ബിസിനസ് കിട്ടുന്നുമുണ്ട്. നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന പേപ്പർ ക്യാരി ബാഗിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പേപ്പറിൻ്റെ ആ ഒരു സ്ട്രെങ്തും ക്വാളിറ്റിയും ഒക്കെ, അതേപോലെ അതിൽ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചും പ്രിൻറ്റിങ്ങിൻ്റെ ക്ലാരിറ്റി അനുസരിച്ച്, ഇതിലൊക്കെ ഉപരി നമ്മൾ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്ന രീതി, നമ്മുടെ മാർക്കറ്റിംഗ് രീതി, ഇതൊക്കെ ഒന്നിച്ചു ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് ഫീൽഡിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്നാന്ന് വെച്ചാൽ, നിങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു മേഖല തളർന്നു പോയിട്ടില്ല എന്ന്. നമ്മുടെ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. കാരണം ഓരോ ദിവസവും ഇത് ഉയർന്നു വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബിസിനസ് നന്നായിട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ബിസിനസ് കിട്ടുന്നുണ്ട്.
പേപ്പർ ക്യാരി ബാഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുക, ഇതൊരു ലക്ഷറി ബാഗാണ്. അതൊരു സാധാരണ രീതിയിൽ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് ഒരു ബ്രാൻഡിങ് വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും തീർച്ചയായിട്ടും പേപ്പർ ക്യാരി ബാഗ് അന്വേഷിച്ച് വരും. നിങ്ങളൊരു TV ഷോ കാണുമ്പോഴും ഒരു സീരിയലോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമകളോ ഒക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്തൊരു ഷോപ്പിംഗ് സീൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിലെല്ലാം തന്നെ പേപ്പർ ക്യാരി ബാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനർത്ഥം അതൊരു ലക്ഷറി ബാഗ് ആണെന്ന് തന്നെയാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന 70% ആളുകളും ഇപ്പോൾ പേപ്പർ ക്യാരി ബാഗിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയുള്ള 30% ഉടൻ തന്നെ ഈ ഒരു പേപ്പർ ക്യാരി ബാഗ് മേഖലയെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുക? നമ്മൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. അത് സാധാരണ രീതിയിലുള്ളൊരു ട്രെയിനിങ് അല്ല, ഒരു ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റ് വഴി അപ്പുറത്തും ഇപ്പുറത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക, അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു ലൈഫ് ടൈം സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നിങ്ങളെ ജോയിൻ ചെയ്യിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് സംശയവും ഏത് സമയത്തും ദൂരീകരിച്ച് പോകാവുന്ന രീതിയിലുള്ളൊരു ലൈഫ് ടൈം സപ്പോർട്ടാണ് നമ്മൾ തരുന്നത്. 2017 ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെക്കുറിച്ച് ഉള്ളൊരു അറിവ് എന്ന് പറഞ്ഞാൽ മെഷീനറി ഇല്ലാതെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഞങ്ങൾ ചെന്നപ്പെട്ടത് കോട്ടയത്തുള്ള ഒരു ഡീലറുടെ അടുത്താണ്, മെഷീനറി ഡീലറിൻ്റെ അടുത്താണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും മെഷീന് വേണ്ടിയിട്ട് ഏകദേശം അന്ന് 75,000 രൂപയ്ക്ക് മേളിൽ GST അങ്ങനെയെല്ലാം കൂടെ ചിലവ്, ഏകദേശം 1 ലക്ഷം രൂപ എടുത്ത് ചിലവായി. കാരണം അവർ കുറച്ച് മെറ്റീരിയൽസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ 5,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം നമ്മൾ വീട്ടിൽ മെഷീനറി കൊണ്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമുക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ മേഖലയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അന്ന് എങ്ങനെ പ്രിൻറ്റ് ചെയ്യണം, പ്രിൻറ്റിങ്ങിൻ്റെ കൂടുതൽ സാധ്യതകൾ, എവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കണമെന്നൊന്നും അറിയില്ല. നമ്മൾ ഇവരിൽ നിന്ന് തന്നെയാണ് മെറ്റീരിയൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ മെറ്റീരിയൽസ് അന്വേഷിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ തന്നതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് മെറ്റീരിയൽസ് കിട്ടും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇതിനെക്കുറിച്ച് കൂടുതൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, എന്തൊക്കെയോ അവർ ഹിഡൻ ആയിട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് കൂടുതലൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഷട്ടർ എടുക്കുകയും ചെയ്തു, അതിൻ്റെ വാടക കൊടുക്കണം, ഓർഡർ ഉണ്ട് താനും. എന്നാൽ കൂടുതൽ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഷോപ്പ് അടച്ചിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ, അന്നൊരു ആക്റ്റീവേ ഉണ്ടായിരുന്നേ ഹസ്ബൻഡിന്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ അതിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറേ യാത്രകൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, ഒരുപാട് മെറ്റീരിയൽസിനെ കുറിച്ച്, പ്രിൻറ്റിങ് ഡീറ്റെയിൽസിനെ കുറിച്ച്. ഇതൊന്നും ആരും നമുക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞു തന്നില്ല. ഞങ്ങൾ ഒത്തിരി ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആരും ഒരു കാര്യവും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. പക്ഷേ ഞങ്ങളത് നെറ്റ് സെർച്ച് ചെയ്തും യാത്രകൾ ചെയ്തും ഡയറക്റ്റായിട്ട് പല സ്ഥലങ്ങളിൽ പോയും മില്ലുകളിൽ സന്ദർശിച്ചും ഇതുപോലെ പ്രിൻറ്റിങ് ഏരിയകളിൽ പോയിട്ടും ഒക്കെ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ഞങ്ങൾ തമിഴ്നാട് വരെ പോയി മെറ്റീരിയൽസൊക്കെ അന്വേഷിച്ച്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി, ഈ മെഷീനറി ഡീലേഴ്സ് ഞങ്ങളെ ശരിക്കും പറ്റിക്കുകയായിരുന്നു എന്ന്. ഞങ്ങൾ ശരിക്കും പറ്റിക്കപ്പെട്ടു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അന്ന് ഞങ്ങൾ മൂലക്കെടുത്തിട്ടതാണ് ആ മെഷീൻ, ഒരു ക്രീസിങ് മെഷീൻ. അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ എടുത്തിട്ടു ഓൾറെഡി ഷട്ടർ പോലും വേണ്ടായിരുന്നു. അപ്പോൾ ആ എടുത്തിട്ട ഷട്ടറിൻ്റെ വാടക മാത്രം കൊടുത്താൽ മതി, വേറെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇതിന് ആവശ്യമില്ല എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടായി. അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നീട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മേഖല പിന്നീട് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. ഈ ഒരു മനസ്സിലാക്കലിന് ശേഷം ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ആയിട്ട് വന്നു. അതിനുശേഷം പിന്നീട് പ്ലാസ്റ്റിക് നിരോധനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ നല്ല ലെവലിലോട്ട് നമ്മുടെ ബിസിനസ് വന്നു. ഏകദേശം 50-ലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ, നേരിട്ടും അല്ലാതെയും ജോലി കൊടുക്കുന്ന രീതിയിലേക്ക് വളർന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് ഓർഡർ വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മാത്രമല്ല, ഓൺലൈൻ മാധ്യമം അന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കസ്റ്റമേഴ്സിനാണ് ഞങ്ങൾ ബാഗ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി കുറച്ചും കൂടെ നല്ലതായി, പേപ്പർ ക്വാളിറ്റി നല്ലതായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞറിഞ്ഞ് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ആ ഒരു ലെവലിലുള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് തന്നെയാണ് ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഒരു മേഖലയിലേക്ക് ഇനിയും കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രീസിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ വാങ്ങിച്ച് വെറുതെ കാശ് കളയരുത്. അതൊരു പക്ക വേസ്റ്റ് സാധനമാണ്. കാരണം ജസ്റ്റ് ഒരു മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു മെഷീൻ്റെ പേരിൽ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വന്നിട്ടുള്ളവരാണ് നമ്മുടെ ഗ്രൂപ്പിൽ അധികവും. ഇത് കിട്ടി പറ്റിക്കപ്പെട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാതെ, മാർക്കറ്റിംഗ് അറിയാതെ, കസ്റ്റമർ ഡീലിങ്സ് അറിയാതെ മെഷീൻ മാത്രം വാങ്ങിച്ച് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ മേഖലയിലോട്ട് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ വന്നവർ ഇപ്പോൾ ആ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നവരൊക്കെ മെഷീൻ ഇല്ലാതെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെയാണ് പേപ്പർ ബാഗ് ചെയ്ത് കൊടുക്കുന്നത്.
പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ ആർക്കും വിശ്വാസമില്ല. വിളിക്കുന്ന പലർക്കും ഇതിനോട് വിശ്വാസമില്ല. അതെങ്ങനെ ചെയ്യാൻ പറ്റും? മെഷീനറി ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഈ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാൻ പറ്റും? അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ളൊരു ധാരണയിലാണ് പലരും നമ്മളെ സമീപിക്കുന്നത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ സത്യം എന്നുള്ള കാര്യം. ഇത് അറിയുന്നവർക്കറിയാം. ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഇത് 1-2 ദിവസത്തെ ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു ഓൺലൈൻ ഒരു മീറ്റിംഗ് പോലെ അങ്ങനെയല്ല. ലൈഫ് ടൈം സപ്പോർട്ടാണ് നമ്മൾ തരുന്നത്. നമ്മൾ ഫീസ് വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. 5000 രൂപയും 10000 രൂപയൊന്നും ഫീസ് വാങ്ങിക്കുന്നില്ല. ലോകത്താരും തരാത്ത രീതിയിലുള്ള ഒരു ലൈഫ് ടൈം സപ്പോർട്ട് വെറും 1500 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ തരുന്നത്. ഇനി നമ്മുടെ ഫീസ് ഇപ്പോൾ 1500 രൂപയാണ്. കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് കൂടാനേ സാധ്യതയുള്ളൂ, ഒരിക്കലും കുറയത്തില്ല. അപ്പോൾ ഈ 1500 രൂപ നമ്മൾ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും 1500 രൂപയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അതും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 1500 രൂപ ഫീസ് മുടക്കി ഇതിൻ്റെ മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീലേഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, സ്പൂൺ ഫീഡിങ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അതിന് 1500 രൂപ മുടക്കാൻ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ പിന്നെ ഒരു ബിസിനസ് തുടങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇത്രയും നല്ലൊരു ഓഫറൊന്നും ഒരു വ്യക്തിയും ലോകത്താരും തരത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നവർ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ ബിസിനസ്സും കിട്ടുന്നുണ്ട്. അവർ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടൊരു കാര്യമാണ് പേപ്പർ ഡീലേഴ്സിൻ്റെ നമ്പർ. അതായത് പേപ്പർ എവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്യൂസ് നോക്കിയാൽ അറിയാം. കാരണം കുറച്ച് അധികം ആൾക്കാർക്കും ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. പലയിടത്തുനിന്നും യൂട്യൂബ് ചാനൽ നോക്കിയിട്ടായിരിക്കും, അല്ലാതെ ഡയറക്റ്റ് പഠിച്ചിട്ടായിരിക്കും, പലയിടത്തും ഇതേപോലെ ട്രെയിനിങ്ങിന് പോയിട്ടായിരിക്കും. ഡയറക്റ്റ് ട്രെയിനിങ്ങിന് പോയവർക്ക് പോലും എവിടെ പേപ്പർ കിട്ടും എന്ന് അറിയത്തില്ല, അവർക്കത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഈ പേപ്പേഴ്സ് എല്ലാം കിട്ടുന്നത്, ഏതൊക്കെ ടൈപ്പ് പേപ്പേഴ്സ് ആണ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യും, ഇതൊന്നും അറിയത്തില്ലാത്ത ആൾക്കാർ ഇത് മാത്രം അറിയാൻ വേണ്ടിയിട്ട്, ഡീലേഴ്സിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഫീസ് അടച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം അതിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന്. കാരണം ഡീലേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാളും ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു എത്തിക്സ് ആണത്. അങ്ങനെ വെറുതെ ഒന്നും ആർക്കും ഒരു കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല. നമ്മൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അത്രത്തോളം. അപ്പോൾ നമ്മളത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഡീലേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കംപ്ലീറ്റ് ഡീലേഴ്സിൻ്റെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഡീലേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടിയിട്ട് മാത്രം കാര്യമല്ല. ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 2 കാര്യങ്ങളാണ് കസ്റ്റമർ ഡീലിങ്സും മാർക്കറ്റിങ്ങും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് ഇത് 2 തന്നെയാണ്. എങ്ങനെ പുതിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ കസ്റ്റമർ ഡീലിങ്സ് ചെയ്യാം. ഇത് പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ പകുതിയിലധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഈ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ വാട്സപ്പും ഉണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഏറ്റവും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.